യെസ്, ഞാൻ ഇന്ന് ഒരു ടൂർ പോകാൻ പോവാണ്, അതും അങ്ങ് ദൂരെ. യെസ്, അങ്ങനെ ഇന്ന് എൻ്റെ ആ ദിവസം വന്നെത്തി. എന്തായാലും ഈ കാറ് ആരെങ്കിലും ഏൽപ്പിക്കണമല്ലോ. ആരെ ഏൽപ്പിക്കാൻ പറ്റും? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എൻ്റെ കാറ് ആ ജാക്കിനെ തന്നെ ഏൽപ്പിക്കാം. അവൻ്റെ കയ്യിലായിരിക്കും ഇത് ഏറ്റവും സേഫ്. ഞാൻ വളരെയധികം ദൂരത്തേക്കാണ് ടൂർ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഈ കാറിനെ നോക്കാൻ ആരെങ്കിലും വേണം. എന്തായാലും ഈ കാറ് ജാക്കിന് തന്നെ കൊടുക്കാം. എന്തായാലും നിങ്ങൾക്ക് യോഗ്യമായ എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളേ. ശരി, ഇത് തന്നെയാണ് ജാക്കിന്റെ വീട്. ഞാൻ എന്തായാലും ജാക്ക് ഉണ്ടോ നോക്കട്ടെ. ജാക്കേ, അതെ, ഇവിടെ ജാക്ക് ഉണ്ടോ? ഇതാരാടാ ഒരുമാതിരി? ഓഗി, ജാക്കേ, നിനക്ക് എന്നെ അറിയായിരിക്കുമല്ലോ. പിന്നല്ലാണ്ട് ഓഗിനെ എനിക്കറിയാം. ജാക്കേ, നീ എന്തായാലും താഴെടക്ക് വാ. എന്നെ അറിയാന്നോ? പിന്നല്ലാണ്ട് നിന്നെ ആയിരിക്കാണ് അറിയാത്തുള്ളത്. ഓ ശരി ശരി. എന്താ ഓഗി? നീ താഴെടക്ക് വാ. ഓക്കെ ഓഗി. എന്താ ഓഗി? ജാക്കേ, നീ പുറത്തേക്ക് നീലക്കാറ് കണ്ടോ? കണ്ടു നീലക്കാറ്. അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാറാണ്. ഓ അതിന്? ഞാൻ ഇവിടുന്ന് വളരെയധികം ദൂരത്തേക്ക് ഒരു ടൂർ പോവാണ്. ഓ ശരി, അതിനിപ്പോ എന്താ? അതുകൊണ്ട് നീ ആ കാർ ഒന്ന് സൂക്ഷിക്കണം. ഓഹോ, അങ്ങനെയാണല്ലേ. അതിനെന്താ ഓഗി, ആ കാർ എടുത്തതാ ഇവിടെ വെച്ചോട്ടോ. ഓ താങ്ക് യു. ഞാൻ വന്നതിന് ശേഷം നിനക്ക് നല്ലൊരു ഗിഫ്റ്റ് ഞാൻ തരും. ഓ ശരി ഓഗി. എന്തായാലും നീ ആ കാറിനെ സൂക്ഷിക്കണം. ഓ ശരി ശരി. അയ്യോ ജാക്കേ, എൻ്റെ പ്ലെയിനിന്റെ സമയമായി, ഞാൻ പെട്ടെന്ന് പോട്ടെ. ഓ ശരി ശരി, പെട്ടെന്ന് പോയിക്കോ. അയ്യോ, ഓടിക്കോ. ഓ അടിപൊളി. അങ്ങനെ ഓഗിന്റെ കാറും എനിക്ക് നോക്കാൻ വേണ്ടിട്ടൊരു അവസരം കിട്ടി. ഓക്കേ, ഇതെന്തൊരു കാറാണ്? എന്തായാലും ഓഗിന്റെ ഒരു പ്രിയപ്പെട്ട കാറാണെന്നൊക്കെയാണ് പറയുന്നുള്ളത്. നമുക്കെന്തായാലും ഇതെടുത്ത് അകത്ത് വെക്കാം ഗൈസ്. ഓക്കെ, അങ്ങനെ കേറട്ടെ. ഓക്കെ. ഓ ഈ കാർ എന്തായാലും അടിപൊളിയാണ് കേട്ടാ. ഈ കാർ ഓട്ടാനേ ഒരു വല്ലാത്ത സുഖമാണ് ഗൈസ്. എനിക്ക് ഇതും കൊണ്ടൊരു റൈഡൊക്കെ പോകണമെന്നുണ്ട്. എന്തായാലും ഓഗി പോയല്ലോ, നമുക്ക് എന്തായാലും ഇതൊരു റൈഡ് പോയാലോ. എനിക്കിത് പിടിച്ചിക്കാൻ പറ്റൂല, കാരണം അത്ര അടിപൊളിയാണ് ഗൈസ്. ഓ ഗൈസ്, എന്തൊരു അടിപൊളിയാണ് ഗൈസ് ഇത് ഓട്ടാൻ. ഇത്രക്ക് അടിപൊളിയായ കാറ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓട്ടിയില്ല ഗൈസ്. ഓ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ട്. ഓക്കെ, ഞാൻ എന്തായാലും തിരിച്ചു പോവാണ്. ഓഗിന്റെ കാറാണ്, കുറച്ച് സൂക്ഷിക്കണം. ഓഗി ഇത് നമുക്ക് എന്തായാലും തരാന്ന് ക്യാൻസലായി. അയ്യോ അയ്യോ, ഓഗിന്റെ കാറ്. ചേട്ടാ, ഇതെന്ത് പറ്റിയതാണ്? ഞാൻ ശ്രദ്ധിക്കാണ്ട് പോയി ഗൈസ്. ഓഗിന്റെ കാറ് ക്രാഷ് ആയിന്നോ? അയ്യോ, ഇതെങ്ങാനും ആ ഓഗി അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അവന് ഗണ്ണെടുത്ത് വരും ഗൈസ്. ഇതിപ്പോ എങ്ങനെയെങ്കിലും ശരിയാക്കണമല്ലോ. അയ്യോ, കൊറേ ടൈമൊന്നുമില്ല. എന്തായാലും ഓഗി അപ്പോഴേക്കും ഈ കാറിനെ പെട്ടെന്ന് ശരിയാക്കണം. ഞാൻ എന്തായാലും എൻ്റെ വീടിനടുത്തുള്ള മെക്കാനിക്കിനെ ഒന്ന് പോയി കാണാണ്. അപ്പോൾ അയാളോട് കാര്യം പോയി പറയാ, ഇല്ലെങ്കിൽ എനിക്കിത് നടക്കൂല ഗൈസ്. അതെ ചേട്ടാ. എന്താ ചാക്കേ? അതെ, പിന്നുണ്ടല്ലോ, രാവിലെ ഓഗിന്റെ കാറ് ഓഗി ടൂർ പോയതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതെടുത്ത് ഓട്ടി, ഇപ്പൊ അത് ക്രാഷ് ആയി. ചാക്കേ, നീ എന്ത് പണിയാണ് ആക്കിയിട്ടുള്ളത് ഇപ്പോ? അതെ, അറിയാണ്ടായിപ്പോയതാണ്. ഇപ്പൊ ആ കാറ് എന്റെ ആ വീടിന്റെ ഗേറ്റിന്റെ അടുത്ത് ഇങ്ങനെ കുടുങ്ങി കിടക്കാണ്. അപ്പൊ അത് പെട്ടെന്ന് മെക്കാനിക്ക് വന്ന് എടുത്ത് ശരിയാക്കി തരണം പ്ലീസ്. ഓ ജാക്കേ, വാ പെട്ടെന്ന് പോവാ. ഓക്കെ മെക്കാനിക്ക് ചേട്ടാ, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കുടുങ്ങിയ കാറ്. അയ്യോ ചാക്കേ, ഇത് എന്തൊരു കുടുങ്ങലാണ് കുടുങ്ങിയിട്ടുള്ളത്? അതന്നെ പറഞ്ഞത്, എന്റെ അശ്രദ്ധ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഓ എന്തായാലും ഇതിന് നല്ല പൈസ കേട്ടോ ശരിയാക്കി വരുമ്പോക്ക്. എത്ര പൈസ ആയാലും പ്രശ്നമില്ല, പെട്ടെന്ന് ഇത് ശരിയാക്കി തന്നാ മതി. നീ എന്തായാലും ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓ അതിനെന്താ, എന്തായാലും മെക്കാനിക്ക് ചേട്ടനെ ഇത് ശരിയായിക്കോ. നമ്മള് മെക്കാനിക്ക് കൊറേ ടൈം ആയല്ലോ. അതേ മെക്കാനിക്ക്, എന്തായി? അതാ ചാക്കേ, ഞാൻ കുടുങ്ങിയ കാറിനെ പുറത്തെടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അതിനൊരു ഒടിവില്ലേ? ഇതെന്താ ഇങ്ങനെ ചളങ്ങിയ പോലെ? അത് നീ കൊണ്ടുപോയി കുത്തിയപ്പോ സംഭവിച്ചതാണ്. ഓ അതും കൂടി പെട്ടെന്ന് ശരിയാക്കേ. അതാ ഇപ്പൊ ശരിയാക്കി തരാം. അതാ ചാക്കേ, മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയിട്ടോ. ഓ ഇപ്പോഴാണ് എന്റെ ശ്വാസം വീണത്. ഓ എന്തായാലും താങ്ക് യു മെക്കാനിക്കേ. വെറും താങ്ക് യു പോരാടോ, എന്തായാലും ഇതിന് നല്ല ചെലവായിട്ടോ. എത്രയാണ്? ഇതിന് ഏകദേശം ഒരു 2 ലക്ഷം റുപ്യ ചെലവായിട്ടുണ്ട്. 2 ലക്ഷം റുപ്യോ? എവിടെ, ഏത് ഭാഗത്താണ് 2 ലക്ഷം റുപ്യ ചെലവായത്? ഇതിന്റെ ടയറിനോ, ഇതിന്റെ ഗ്ലാസിനോ? അതാ ചാക്കേ, നീ അങ്ങനെയൊന്നും പറയണ്ട. 2 ലക്ഷം റുപ്യ ന്യായമായ വില അല്ല കേട്ടോ, എന്നാലും ഞാൻ തരാം.
എന്നാ 2 ലക്ഷം രൂപ. ഓക്കെടാ ചാക്കേ, എന്തായാലും ഇതേപോലെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കൂട്ടോ. ഇനി ഞാൻ മെക്കാനിക്ക് ഇത് ശരിയാക്കാൻ വേണ്ടി വിളിക്കില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു, പോയിക്കോളൂ. എന്താടാ ചാക്കേ? ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ ഓഗീൻ്റെ കാറ് റിപ്പയർ ചെയ്ത് സെറ്റാക്കി വെച്ച് ഗൈസ്. അയ്യോ, ഞാൻ ഒരു നിമിഷം ഇല്ലാണ്ടായിപ്പോയി ഗൈസ്. ഇപ്പം നമ്മളെ കാർ റെഡി ആയിട്ടുണ്ട്, മുമ്പത്തേക്കാളും അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്റെ കാർ എന്തായാലും സേഫ് ആണല്ലോ ജാക്കേ. ഓ അതെ, ആ ഓഗിൻ്റെ അതേ വിളി എവിടുന്നാണ്? ഓഹോ, അതിരാവിലെ തന്നെ ഈ ഓഗി വന്നോ? ഇന്നലെ ആ മറ്റോ നമ്മളെ കാറ് ശരിയാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് പണി കിട്ടട്ടെ. ഓ ഓഗി, നീ വന്നോ? പിന്നല്ലാണ്ട് ഞാൻ അതിരാവിലെ തന്നെ വന്നു. ഓഗി, നീ കുറച്ച് എടാ നേരെ സംസാരിക്കടാ. എനിക്ക് ഇങ്ങനെ മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അയ്യോ, ഇവന്റെ സംസാരം കേട്ട് ഭ്രാന്താണ്. ആ ശരി ശരി, എന്തായാലും നിന്റെ കാറല്ലേ, വാ ഇങ്ങോട്ട് വാ. ദാ ഓഗി, ഇന്നലത്തേക്കാളും സേഫും വൃത്തിയും ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് ശ്രദ്ധിച്ചു. ഇത് ഇന്നലത്തേക്കാളും അടിപൊളിയാണല്ലോ. എന്തായാലും ഇതിന് പ്രതിഫലമായി 2.5 ലക്ഷം രൂപ തരാം. 2.5 ലക്ഷം രൂപയോ? ആടാ, എന്തേ നിനക്ക് വേണ്ടേ? പിന്നല്ലാണ്ട് എനിക്ക് വേണം. ശരി എന്നാ. ഓ താങ്ക് യു ഓഗി. ഓ ശരിടാ, ഇനിയും ഇതേപോലുള്ള എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ നിന്നെ തന്നെ ഏൽപ്പിക്കാം. അയ്യോ വേണ്ടേ? എന്താടാ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഓ ശരി ശരി ജാക്കേ, ഞാൻ പോവാണ്. A few moments later. ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ.